നമുക്ക് കൊച്ചിയിലേക്ക് പോകും. അവിടെ വിപിൻ സി വിജയനുണ്ട്. വിപിൻ, വെരി ഗുഡ് മോർണിംഗ്. കൊച്ചി മെട്രോ ഇന്ന് മുടങ്ങില്ല എന്ന് പറയുന്നുണ്ട്. ഈ പൊതുഗതാഗത സംവിധാനം അതിനെ ഏത് തരത്തിൽ ബാധിക്കും? കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിയിലെ ഇന്നത്തെ ഒരു ജീവിതം എങ്ങനെയായിരിക്കും, ജനജീവിതത്തെ ഈ പണിമുടക്ക് ബാധിക്കുക? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഇന്ന് രാവിലെ മുതൽ തന്നെ ഒക്കെ തന്നെ ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച. അപ്പോൾ ആദ്യത്തെ KSRTC ഇങ്ങോട്ടേക്ക് വരുന്നു. ആ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. കൊട്ടാരക്കരയിൽ നിന്നുള്ള KSRTC ആണ് ഇപ്പോൾ ഈ വൈറ്റില ഹബിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലെ രാത്രി 12 മണി മുതലുള്ള ഈ ചെറിയ തട്ടുകടകളൊക്കെ ഉണ്ട്. ഈ തട്ടുകടകളൊക്കെ പ്രവർത്തിച്ചിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി അവയൊക്കെ തന്നെ അടയ്ക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ളവ ഒന്നും തന്നെ ഇന്ന് നിരത്തിലേക്ക് ഓടുന്നില്ല. ചെറിയ രീതിയിൽ അതിലുള്ള ചില വാഹനങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്കുള്ള വാഹനങ്ങളൊന്നും തന്നെ ഇന്ന് നിരത്തിലിറങ്ങിയിട്ടില്ല. സ്വകാര്യ വാഹനങ്ങളും ഒരു പേരിന് മാത്രം എന്നുള്ളതാണ് കൊച്ചിയിലെ ഇപ്പോഴത്തെ ഒരു കാഴ്ച. ഒപ്പം തന്നെ മെട്രോ ഇന്ന് സർവീസ് നടത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. 6:30 മുതൽ മെട്രോ സർവീസ് ഉണ്ടാകും. പക്ഷേ അവിടേക്ക് ആളുകൾക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ട് അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ അവിടുത്തെ ടാക്സി സർവീസ് ഉണ്ടാകുമെന്നുള്ളത് ടാക്സി ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നു. ഈ വൈറ്റില ഹബിൽ നിർത്തിയിട്ടിരിക്കുന്ന സ്വകാര്യ വാഹനങ്ങളൊക്കെയാണ് കാണുന്നത്. ഒറ്റ ബസ് പോലും ഈ ഒരു സമയം മുതൽ ഇങ്ങോട്ടേക്ക് വരികയോ ഇവിടുന്ന് പോവുകയോ ചെയ്തിട്ടില്ല. ഇനി 7:15 കൂടി ഒരു മൂന്നാർ ബസ്സാണ് വരാനുള്ളത്. ആ മൂന്നാർ ബസ് കാത്തു നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ ഈ കാണുന്നത്. അതിൽ വിദേശ പൗരന്മാരുൾപ്പെടെയുള്ളവർ ഇതിൽ കാത്തു നിൽക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങോട്ടേക്കാ? You from? Hyderabad. We are waiting for the bus, but there's a strike going on, so we'll see what happens. Thank you. മൂന്നാറിലേക്കാണ് ഹൈദരാബാദിൽ നിന്ന് വരുന്നവരാണ്. പക്ഷേ അവർക്ക് ഇങ്ങനെ ഒരു സ്ട്രൈക്കിനെ സംബന്ധിച്ച് അറിഞ്ഞിരുന്നില്ല. എന്തായാലും അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുകയാണ്. ഇനി 7:15 ബസ് ഇപ്പോൾ ചേർത്തല മാത്രം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നത്. മറ്റ് വാഹനങ്ങൾക്ക് എല്ലാ സുരക്ഷയും ഒരുക്കുന്നതിന് വേണ്ടി പോലീസ് ഉൾപ്പെടെയുള്ളവരുണ്ട്. പക്ഷേ KSRTC ജീവനക്കാരൊക്കെ പണിമുടക്കുന്നു. മറ്റ് സ്കൂളിനെ സംബന്ധിച്ച് എല്ലാ സ്കൂളുകൾക്കും ഇതിനോടകം തന്നെ അവധി നൽകിയിരിക്കുന്നു. ഈ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരമാണ്. അതുകൊണ്ട് തന്നെ IT മേഖല ഉൾപ്പെടെയുള്ളവ ഈ പണിമുടക്കിനോട് സഹകരിക്കുന്നു എന്നുള്ളതാണ്. മറ്റ് പണിമുടക്കുകളെ പോലെ തന്നെ ഈ ഒരു പണിമുടക്കും അതൊരു ഹർത്താലിന് സമാനമായ സാഹചര്യത്തിലേക്ക് പോകാനാണ് സാധ്യത. ഇന്ന് ഇപ്പോൾ CITയുടെ അഖിലേന്ത്യാ സെക്രട്ടറി എളമരം കരീം ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു വിപിൻ സി വിജയൻ. കൊച്ചി മെട്രോ എന്തായാലും പണിമുടക്കില്ല. പാൽപത്രം തുടങ്ങിയ അവശ്യ സേവനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതുവരെ കൊച്ചി വൈറ്റില ഹബിൽ വാഹനങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല. ഒരു വാഹനം മാത്രമായിട്ട് KSRTC ബസ് മാത്രമാണ് എത്തിച്ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.